ഇത് ഇവിടെ അടുത്ത് ഒരു ക്യാൻറ്റീനിൽ ഉണ്ടാക്കുന്ന മീൻ കറിയുടെ റെസിപ്പിയിൽ ചെയ്തതാണ്. 3 വലിയ അയല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. മീൻ കറി ഉണ്ടാക്കുമ്പോൾ മീൻ്റെ തല കൂടി ചേർക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ, ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ചതച്ചെടുത്തിരിക്കുകയാണ്. അടുത്തത് പൊടികളാണ്. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നാടൻ കറിയായതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുക എന്ന് പറയുമ്പോൾ ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രമേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഇഞ്ചി ചതച്ചതും ടൊമാറ്റോയും പച്ചമുളകും ഇടാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിനിടയിൽ ഈ ടൊമാറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് കുറച്ച് വഴറ്റി കഴിയുമ്പോൾ എണ്ണ തെളിയും. അതിനുശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ടൊമാറ്റോ അതിൽ കിടക്കുന്നത് കൊണ്ട് പൊടികൾ വെള്ളത്തിൽ ചാലിക്കുകയൊന്നും വേണ്ട, നേരിട്ട് അതിലേക്ക് ഇടാം. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം തണുക്കാനായി മാറ്റിവെക്കണം. തണുത്തതിന് ശേഷം മിക്സിയുടെ സെക്കൻഡ് ജാറിലേക്ക് ഇടാം. അരയ്ക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതേമാതിരി. നാടൻ കറി ആയതുകൊണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കാം. ഫ്ലെയിം ഓൺ ചെയ്തു. ചട്ടി ചൂടായി കഴിഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ആ ചട്ടി ഒന്ന് ചുറ്റിക്കണം. എണ്ണ ചട്ടിയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ചട്ടി പുകയുകയില്ല. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇടാം. ഉലുവ മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കാം. അടുത്തതായി അരപ്പാണ് ഒഴിക്കുന്നത്. ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി അതിലേക്ക് തന്നെ ഒഴിക്കാം. കൂടാതെ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. ആവശ്യമായി ഉപ്പ് ചേർക്കാം. കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി ആ വെള്ളത്തോടു കൂടി അതിലേക്ക് ഒഴിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഈ അരപ്പൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ഒന്ന് കലങ്ങണ്ടേ. ഈ അരപ്പ് തിളച്ച് തുടങ്ങുമ്പോഴാണ് മീനിടേണ്ടത്. ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇനി അത് അടച്ചു വെക്കാം. ഈ മീൻ നന്നായി വേകുന്നത് 10 മിനിറ്റ് കൊണ്ടാണ്. ഇനിയുള്ള 7 മിനിറ്റിൽ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ചട്ടി ശ്രദ്ധിച്ചൊന്ന് ചുറ്റിച്ചെടുക്കണം. മീൻ കറി എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി അത് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. മീൻ കറി ചെറുതായി കുറുകിയിട്ടുണ്ട്. ആവശ്യത്തിന് ഗ്രേവിയും ഉണ്ട്. അയലക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.